السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات بلغة عربي مبين لعلهم يتقون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على عشر الطريق. ونحن اليوم في الدورة الثانية من القسم الثالث الدورة الثالثة من دروس اللغة العربية لغير الناطقين بها، وما زلنا نقرأ الدرس أي درس الثاني وثلاثين 32ാമത്തെ പാഠമാണ് നാം വായിച്ചുകൊണ്ടിരുന്നത്. മിൻ ഇസ്മി സാനിയ, നമ്മുടെ മൂന്നാം സെമസ്റ്ററിലെ രണ്ടാം ഭാഗത്തിലെ 32ാം പാഠമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതെന്തായിരുന്നു വിഷയം പറഞ്ഞത്? എന്ത് വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അൽ-മൗദൂഅ് വ്യാകരണത്തിലുള്ള എന്ത് വിഷയമാണ് പറഞ്ഞത്? അതെ, ഇല്ല, ഒഴിവാക്കൽ, എക്സംഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇല്ലയെ കുറിച്ച് നിരീക്ഷണം അല്ലെങ്കിൽ സെർച്ച് ഒക്കെ നടത്താൻ പറഞ്ഞു, ഗവേഷണം നടത്താൻ പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും കിട്ടിയോ? എന്തെങ്കിലും ക്ലൂകൾ കിട്ടിയോ? ഇല്ല ഉപയോഗിച്ചിട്ട് മുമ്പും ശേഷവും വരുന്ന സംഗതികളൊക്കെ വല്ലതും വായിച്ചു നോക്കിയോ? കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൽ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ വിശദീകരണം, പാഠത്തിന്റെ വിശദീകരണത്തിൽ ഇൻഷാ അല്ലാഹ് അത് വരുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ വായിച്ചു നിർത്തിയത് എവിടെയായിരുന്നു? അംർ ബിനുൽ ഹാരിസ് അതല്ലേ? മാ തറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാറൻ വലാ ദിർഹമൻ വലാ അബ്ദൻ വലാ അമതൻ ഇല്ലാ ബഗലതഹുൽ ബൈദാ. അദ്ദേഹത്തിന്റെ വെളുത്ത കോവർ കഴുത ഒഴികെ, പകലത്ത് കോവർ കഴുതയാണ് കേട്ടോ. അതെ, കോവർ കഴുത അറിയാമല്ലോ, കഴുതയും കുതിരയും അല്ലാത്തത്. കഴുതയുടെയും കുതിരയും തമ്മിൽ ഇണചേർന്നതാണ് എന്ത്? കോവർ കഴുത. ഇണചേർന്നുണ്ടായ സന്തതിയാണ് കോവർ കഴുത എന്ന് പറയുന്നത്. ولا أمة إلا بغلته البيضاء التي كان يركبها. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന, യാത്ര ചെയ്തിരുന്ന, അദ്ദേഹം കയറിയിരുന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന. സിലാഹു, അദ്ദേഹത്തിന്റെ വാളും. സിലാഹ് എന്താണ്? സിലാഹ് ആയുധം. അതിന്റെ ബഹുജനമാണ് അസ്ലഹത്ത്, ആയുധങ്ങൾ. നമ്മൾ പഠിച്ചെന്ന് തോന്നുന്നല്ലോ, നിസാഹ് പഠിച്ചിട്ടുണ്ട്. അർളൻ ജഅലഹ ലിബ്നി സബീലി സദഖതൻ വഅർളൻ. അപ്പൊ അർളൻ എന്ന് പറഞ്ഞാല് കുറച്ച് ഭൂമി. പുറത്തു പറഞ്ഞാൽ നമ്മൾ ചില എന്ന് പറയുമല്ലോ, ചില എന്ന് പറയുന്ന പോലെയാണ് അർളൻ ഇവിടെ എന്താണ് മാരിഫ അല്ലാതെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ അതിന്റെ അർത്ഥം കുറച്ച് ഭൂമി. ജാലഹ വൈദ്യപ്രവാഹം നിർവഹിച്ച് നിലച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എന്താ പറയാ, ലൈറ്റിൽ വ്യത്യാസം ഉണ്ടാവും, ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. വാർലൻ ജാലഹ ലിബ്നി സബീൽ, ഇബ്നി സബീലിന് വേണ്ടി അദ്ദേഹം നീക്കി വെച്ചിരുന്നതായ. ഇബ്നി സബീൽ എന്താണ്? തെരുവിന്റെ പുത്രൻ, വഴിയാധാരമായവർ. അതാണ് അതിന്റെ ഭാഷാർത്ഥം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് സക്കാത്ത് കൊടുക്കണം എന്നുള്ള വിഷയം ഉത്ഭവിക്കുന്നില്ല. ഇപ്പൊ ടൂറിസ്റ്റുകൾ വരുമല്ലോ, ഇപ്പൊ ടൂറിസ്റ്റുകൾക്കാണ് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ അവരെ പരിഗണിക്കേണ്ടി വരും. അവർ വഴിയാധാരമായാൽ അവരെ പരിഗണിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇബ്നു സബീലിനുള്ളത് സദഖത്തൻ എന്ന് പറഞ്ഞാൽ സദഖയായ നിലയിൽ,
ദാനധർമ്മം എന്ന നിലയിൽ. ദാനധർമ്മം, ദാനം എന്ന് പറയാം. ധർമ്മം എന്ന് പറയുമ്പോൾ വേറെ ധർമ്മത്തിലേക്കൊക്കെ പോകും, അത് കോംപ്ലിക്കേഷനാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഇല്ല ഉപയോഗിച്ചിട്ട് ഇല്ലാ ബഗലത്ത വല അമത്തൻ ഇല്ലാ ബഗലത്തഹു. ഇല്ല കഴിഞ്ഞതിന് ശേഷം എന്താണ്? മൻസൂബായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇല്ല അമത്തൻ. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആണ് സെൻസ്. വല ദിർഹമൻ വല അബ്ദൻ വല അമത്തൻ, ഇതിനെ ഒന്നിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ലാ ബഗലത്തഹു, അദ്ദേഹത്തിന്റെ ഗോവർ കഴുത ഒഴികെ. പറഞ്ഞു വരുന്നത് എന്താണ്? ഇല്ല, അദ്ദേഹം ഒഴിവാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ബാക്കി വെച്ചിട്ടില്ല. ഇല്ല ബഗലത്തഹു, അദ്ദേഹത്തിന്റെ ഗോവർ കഴുത ഒഴികെ. അപ്പൊ അവിടെ എന്താണ്? നരേഷൻ, നെഗറ്റീവ് നരേഷൻ ആണ്. അവിടെയാണ് ഇത് എക്സംഷൻ പറഞ്ഞപ്പോൾ ബഗലത്ത നസ്ബ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അൽ മുദരിസ് ഇഖ്റഅൽ ബൈത യാ ഇബ്രാഹിം. ഇബ്രാഹിം, ബൈത്ത് എന്താണ്? ഈരടി. അപ്പൊ കവിതയുടെ ഈരടിക്ക് ബൈത്ത് എന്നാണ് പറയുന്നത്. യാ ഇബ്രാഹിം അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലുൻ വകുല്ലു നഈമിൻ ലാ മഹാലത സായിലുൻ. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലുൻ. അപ്പൊ ഖല എന്താണ്? ഖല എന്നത് എക്സെപ്റ്റ് പറയുന്നതിന് തുല്യമാണ്. ഖല ഒഴികെ. അതേപോലെ ഗൈറു ഒഴികെ, ഒഴികെ. അതേപോലെ വേറെന്തുണ്ട്? ഇല്ല പറഞ്ഞല്ലോ. ശിവ ഉണ്ട്, ശിവ. മാഹല ഒരുമിച്ചാണ് വരിക കേട്ടോ. മാഹല, ശിവ, മാ അദ, ഒഴികെയുള്ളത്. മാഹല ഒഴികെയുള്ളത്. മാഹലായും മാ അദായും വരും. അതേപോലെ ശിവ വരും, ശിവ ഒഴികെ. ശിവ അല്ല, ശിവ അത് വരും, വരുന്നത് സ്പെല്ലിംഗ് മനസ്സിലാക്കാം. അങ്ങനെ 5 എണ്ണമാണ്. ഇല്ല കൂടാതെ ഗൈറ്, മാഹല, ശിവ, മാ അദ, ഇതാണുള്ളത്. അപ്പൊ അതിൽ മാഹലയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലുൻ. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലുൻ. അല്ലാഹ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം എന്താണ്? ബാത്തിലാണ്. ബാത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹക്ക് എന്താണ്? സത്യം. ബാത്തിൽ തെറ്റ്. സത്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? ബാത്തിൽ. മിഥ്യ. അതെ, സത്യവും മിഥ്യ. സത്യത്തിന് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താവും? അത് ഹക്കിന് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് യാഥാർത്ഥ്യമല്ലാത്തതെന്ന് വരും. ഹക്കിന് സത്യം എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ അപ്പുറം ഓപ്പോസിറ്റ് എന്താവും? ഇതുണ്ടാവും, മിഥ്യ ഉണ്ടാവും. ബാത്തിൽ എന്ന് പറഞ്ഞാൽ നിരർത്ഥകമാണ് എന്നൊക്കെയാണ്. അപ്പൊ ബാക്കിയുള്ളത് എന്താണ്? വെറും സങ്കല്പം മാത്രമാണ്. ഖലല്ലാഹ ബാതിലുൻ, അള്ളാഹ് അല്ലാത്ത ഒഴിച്ച് അള്ളാഹ് ആണ് എന്ത്? സത്യം. ബാക്കിയെല്ലാം മിഥ്യയാണ്, അല്ലെങ്കിൽ നിരർത്ഥകമാണ്. ബാത്തിൽ അങ്ങനെ പറയാം, നിരർത്ഥകമാണ്. അപ്പൊ ദിവ്യത്വത്തിന്റെ വിഷയത്തിൽ നിരർത്ഥകമാണ് ബാക്കിയുള്ളതെല്ലാം. അള്ളയാണ് യാഥാർത്ഥ്യം. വകുല്ലു നഈമിൻ ലാ മഹാലത സായിലുൻ. വകുല്ലു നഈമിൻ, നഈം എന്താ? സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും എൻജോയ്മെന്റും. നഈമിൻ അനുഗ്രഹം എന്നല്ല, അല്ല നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. എൻജോയ്മെന്റ് അല്ലെങ്കിൽ ആഹ്ലാദം,
ഇങ്ങനെയുള്ള സംഗതിക്ക് എന്ത് പറയുന്നത്? നഈം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നഈം. അള്ളാഹ് എല്ലാ അനുഗ്രഹങ്ങളും പിന്നെ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹിന്റെ എന്താണ്, അള്ളാഹ് തന്നതെല്ലാം അനുഗ്രഹങ്ങളാണ്. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം അനുഗ്രഹങ്ങളാണ്. അതേസമയം നഈം എന്ന് പറയുമ്പോൾ അതിൽ എൻജോയ്മെന്റിലുള്ളതിനെയാണ് നഈം എന്ന് പറയുന്നത്. നമ്മൾ ആഹ്ലാദിക്കുകയും എൻജോയ് ചെയ്യുകയും സുഖിക്കുന്നു എന്നൊക്കെ പറയുമല്ലോ, അതുള്ളതാണ് നഈം. അപ്പൊ കുല്ലു നഈമിൻ ലാ മഹാലത സായിലുൻ. ലാ മഹാലത്ത് എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്. ലാ മഹാലത്ത് എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്. നമ്മൾ ഡിക്ഷണറി കംപ്ലീറ്റ് അയച്ചെന്നല്ലോ. ലാ മഹാലത്ത് എന്ന് പറഞ്ഞാൽ ഇനവിറ്റബിൾ എന്നാണ്, അനിവാര്യമാണ്. ലാ മഹാലത്ത സായിലുൻ, അതെന്താണ്? സായിലുൻ, സാലയുടെ അർത്ഥം എന്താ? സാല നീങ്ങി, മാസാല നീങ്ങിയില്ല. മാസാല നമ്മൾ പഠിച്ചു നമ്മള്, കെപ്റ്റോൺ എന്നാണ്. അപ്പൊ സാല എന്ന് പറഞ്ഞാൽ നീങ്ങി, മാസാല നീങ്ങിയില്ല. ലാ മഹാലത്ത സായിലുൻ, അത് അനിവാര്യമായും എന്താണ്? നീങ്ങിപ്പോകുന്നതാണ്. കുല്ലു നഈമിൻ ലാ മഹാലത്ത സായിലുൻ. فعلى كل شيء ما خلا الله باطل وكل نعيم لا محالة زائل. എല്ലാ എൻജോയ്മെന്റും നീങ്ങിപ്പോകുന്നതാണ്. അപ്പം മാ ഹലയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ വിഷയം മാ ഹലല്ലാഹ ബാത്തിലുൻ. കുല്ലു ഷൈഇ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മാ ഹലല്ലാഹ പറഞ്ഞത്. കുല്ലു ഷൈഇൻ, എല്ലാം. അത് കഴിഞ്ഞിട്ട് മാ ഹലല്ലാഹ, മാ ഹല പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവിടെ നസ്ബ് ചെയ്തു. മാ ഹലല്ലാഹ ബാത്തിലുൻ. അൽ മുറാഖിബ്. അപ്പൊ മുറാഖിബ് ഏതൊക്കെ മുറാഖിബ്? മുറാഖിബ് വരുന്നു, ഇൻസ്പെക്ടർ. യൻസരിഫു ജമീഅ തുല്ലാബ്. മുറാഖിബ് പറയാണ്, അൽ മുറാഖിബ് യൻസരിഫു ജമീഅ തുല്ലാബ്. യൻസരിഫ് എന്താണ്? മാളി എന്താണ്? മാളി യൻസരിഫിന്റെ സറഫ. സറഫയാണോ? സറഫ എന്നാൽ എങ്ങനെ പിന്നെ യൻസരിഫ് എന്ന് വരിക? നസറഫയോ? ഇൻസറഫ. നമ്മള് 3+ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? 3+ വരുമ്പോ എങ്ങനെയാണ് അതില് ആദ്യത്തെ പത്ത വരുന്നത്? ഉദാഹരണം അഞ്ചല, യുൻസിലു. അഞ്ചല എടുക്കാൻ പറ്റില്ല. നമ്മൾ യഖ്തലഫ വരുമ്പോഴത്തേക്ക് എന്താ? തഖലഫ എന്നാണ് എന്റെ. യഖ്തലിഫ് എന്ന് പറഞ്ഞാല് യഖ്തലിഫുവിന്റെ മാവി തഖലഫ എന്ന് പറയാൻ പറ്റും. അങ്ങനെ മാളിക്ക് മുമാരിന്റെ ആദ്യത്തെ അക്ഷരത്തിന് പത്ത കൊടുക്കുന്നത് 3 ചില ക്രിയകളിലാണ്. ബാക്കിയെല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞു നോക്കിയ യസ്തഗ്ഫിറു, സതഗഫറ എന്നാണോ എന്റെ മാളി? യസ്തഗ്ഫിറു വരുമ്പോ സതഗറഫ എന്ന് പറയാൻ പറ്റും. അതേപോലെ യഖ്തലിഫ് വരുമ്പോ തഖലഫ എന്ന് പറയാൻ പറ്റും. അതിന് മുമാരിന്റെ ആദ്യത്തെ അക്ഷരത്തിന്, മുതാരിന്റെ ആദ്യത്തെ ഹർഫുൽ മുനാറാത്ത്, മുതാരിന് അപൂർണക്രിയയ്ക്ക് വേണ്ടി ചേർത്ത അക്ഷരം കഴിഞ്ഞിട്ട് ബാക്കിയത്തിന് അടുത്തതിന് പത്ത് കൊടുത്താൽ മാതയാവില്ല. അതെല്ലാം അടുത്ത് പറഞ്ഞു നോക്ക്. അഞ്ചല യുഞ്ചിലും ഹംസ് മാറുന്നതുകൊണ്ടുള്ള ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അഞ്ചല യുഞ്ചിലും ഒന്നും നസല അല്ലല്ലോ, നസലല്ല. അതേപോലെ ജാഹദ യുജാഹിദു. ജാഹിദിന് എന്താ? യു മാറ്റിയെടുക്കുന്ന ജാഹദ എടുക്കാം. യഖ്തലിഫിന്റെ മാവി തഖലഫ അല്ല. പിന്നെന്താണ്? ഇൻകലബ. ഗ്രൂപ്പാണ് ഇവിടെ വന്നിട്ടുണ്ട്. യൻകലിബു. അപ്പൊ യൻകലിബുവിന്റെ നഖലബ അല്ല, ഇൻകലബയാണ്. അതേപോലെ ഇൻസറഫ ഖുർആനിൽ എവിടെ വന്നിട്ടുണ്ടല്ലോ.
ഖുർആനിലുണ്ടാവും. സുമ്മൻ സറഫു അവർ പിരിഞ്ഞു പോയി എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻസറഫ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോയി. ഈ വാക്ക് മുമ്പ് വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. മുമ്പ് എവിടെ വന്നിട്ടുണ്ട്? ഈ നമ്മുടെ അതായത് ദുറൂസുൽ ലോകത്തിൽ വന്നിട്ടുണ്ട് നേരത്തെ. യൻസരിഫു ജമീഉ തുല്ലാബിൽ ആൻ മാ അദദ തുല്ലാബൽ ഉറുബിയ്യീൻ. യൻസരിഫു ജമീഉ തുല്ലാബ്, ജമീഉ തുല്ലാബ്, എല്ലാ തുല്ലാബും എന്ത് ചെയ്യും? എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ പിരിഞ്ഞു പോകും. അൽ ആൻ ജമീഉ തുല്ലാബി. ജമീഅ വരുന്നതൊക്കെ എന്തായിരിക്കും? നമ്മൾ ആ നിർബന്ധമായും പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ചേർക്കേണ്ട ഒരു വാക്കാണ് ജമീഅ. എല്ലാം പുല്ല് വരുന്നത് പോലെ തന്നെ ജമീഅ. അപ്പൊ ജമീഅ തുല്ലാബ് നിർബന്ധമായും എന്താ ഇളാഫത്തായിട്ടായിരിക്കും വരിക. ജമീഅ തുല്ലാബി എല്ലാ സ്റ്റുഡൻസും യൻസരിഫു പിരിഞ്ഞു പോകും. അല്ലാൻ ഇപ്പോൾ. മാ അദ യൻസരിഫു തുല്ലാബു, യൻസരിഫു അത്തുല്ലാബു കുട്ടികൾ സ്റ്റുഡൻസ് പിരിഞ്ഞു പോകും. അപ്പൊ എന്താണ്? പോസിറ്റീവ് ആണ് ഇവിടെ. അഫർമേറ്റീവ് എന്ന് പറയാം കേട്ടാ. അഫർമേറ്റീവ് ആണ്. അതേപോലെ തുല്ലാബ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജമീഅ തുല്ലാബ് എല്ലാ സ്റ്റുഡൻസും. അപ്പൊ തുല്ലാബ് എന്ന വാക്ക് അവിടെ ഉണ്ട്. മാ അദ അത്തുല്ലാബ പിന്നീട് കുറച്ച് സ്റ്റുഡൻസിനെ ഒഴിവാക്കുകയാണ്. അപ്പൊ ആ തുല്ലാബ് അവിടെ ബാക്കി തുല്ലാബ് ഉണ്ട്. ഏതിൽ നിന്നാണോ ഒഴിവാക്കിയത് അത് സെയിം കാറ്റഗറിയാണ്. അത്തുല്ലാബ് അൽ ആൻ മാ അദ തുല്ലാബ്, തുല്ലാബ് ഒഴികെ. അൽ ഉറുബിയ്യീൻ എങ്ങനെയുള്ള സ്റ്റുഡൻസ്? അൽ ഉറുബിയ്യീൻ. ഉറുബിയ്യീൻ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ്. അൽ ഉറുബ എന്ന് പറഞ്ഞാൽ യൂറോപ്പ്. അൽ ഉറുബി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ. അൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ. മുമ്പ് പഠിച്ചിട്ടുണ്ട് ഈ പാഠപരമായി. അൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ. അപ്പൊ അൽ ഉറുബിയ്യൻ യൂറോപ്യൻസ് ഒഴികെയുള്ള എല്ലാ സ്റ്റുഡൻസും പിരിഞ്ഞു പോകും. അപ്പൊ മാ അദ എന്ന ജില്ലയ്ക്ക് തുല്യമായ പദം വന്നപ്പോൾ ശേഷമുള്ളത് എന്ത് ചെയ്തു? നെസ്ബ് ചെയ്തു. അപ്പൊ നെസ്ബ് ചെയ്ത അവസ്ഥ നമ്മൾ നോക്കേണ്ടത് മുമ്പുള്ളത് ഒന്ന് സെന്റൻസ് അഫർമേറ്റീവ് ആണ്. മറ്റത് രണ്ടാമത്തെ പോയിന്റ് മുമ്പ് ഏതിൽ നിന്നാണോ ഒഴിവാക്കിയത് അതിന് പൂർണ്ണം അത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആ ഇനത്തിൽപ്പെട്ടതാണ് ഇത് ഒഴിവാക്കിയത്. അതത്തുല്ലാന്ന് എന്തൊക്കെ പോയിന്റ് പറഞ്ഞു? ഒന്ന് സെന്റൻസ് നെഗറ്റീവ് അല്ല, അഫർമേറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. രണ്ട്, ഏതിൽ നിന്നാണോ ഒഴിവാക്കിയത് അത് പറഞ്ഞിട്ടുണ്ട്. ഏതിൽ നിന്നാണ് ഒഴിവാക്കിയത്? മാ അതത്തുല്ലാബ്, ജമീഅത്തുല്ലാബ് മാ അതത്തുല്ലാബ്. അപ്പൊ അത്തുല്ലാബ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് കുറച്ച് തുല്ലാബിനെ ഒഴിവാക്കിയത്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മൂന്നാമത്തെ പോയിന്റ് ഒഴിവാക്കിയ സംഗതി പറഞ്ഞിട്ടുണ്ട് എന്നത്. ഒന്ന് ഏതിൽ നിന്നാണോ ഒഴിവാക്കിയത് എന്നുള്ള അതേ മൂന്നാമത്തെ അതേ ഇനത്തിൽപ്പെട്ടതാണ്. തുല്ലാബും രണ്ടാമത് പറയുന്ന തുല്ലാബും ഒരേ ഇനത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ അത് മെൻഷൻഡ് ആണ്. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ. ഒന്ന് പോസിറ്റീവ് ആണ്. രണ്ട്, ഏതിൽ നിന്നാണ് ഒഴിവാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്ന്, ഒഴിവാക്കപ്പെട്ടതും ഒഴിവാക്കിയതും ഒരേ ഇനത്തിൽപ്പെട്ടതാണ്. ഫലഹും ഇജ്തിമാഉൻ മഅൽ മുദീർ. ഫലഹും ഇജ്തിമാഉൻ എന്ന് ചേർത്ത് വായിക്കുമ്പോ ഇല്ല. ഫലഹും ഇജ്തിമാഉൻ മഅൽ മുദീർ. അവർക്ക് എന്തുണ്ട്? ഒരു മീറ്റിംഗ് ഉണ്ട് മഅൽ മുദീർ, പ്രിൻസിപ്പളുമായിട്ട്. المدرس كيف كان حفل الشاي أمس؟ كيف كان حفل الشاي أمس؟ حفل الشاي حفل എന്താണ്? ഹഫലത്തും പറയും. ഹഫലത്ത് അല്ല, ഹഫലത്ത് മീറ്റിംഗ്, പാർട്ടി അല്ല. ഇജ്തിമാ പോലത്തെ ഹഫലല്ല.
അല്ലാത്തയുള്ള ഹഫിലിനാണ് എന്ത് പറയുന്നത്? ടീ പാർട്ടി പോലുള്ള അതേപോലെ നമ്മൾ ആഘോഷങ്ങൾക്ക് ഒരുമിച്ച് കൂടുന്നതിനാണ് ഹഫിൽ എന്ന് പറയുന്നത്. ഹഫിൽ ഇഷായി എന്ന് പറയുമ്പോൾ ടീ പാർട്ടി, ഹഫിൽ ഇഷായി. അംസ്, ഇന്നലത്തെ ടീ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? അന ലം അതമക്കൻ മിനൽ ഹുദൂർ. അന ലം അതമക്കൻ. തമക്കന എന്ന് പറഞ്ഞാൽ സാധ്യമായി, കൺട്രോൾ, അണ്ടർ കൺട്രോൾ എന്ന് പറയുന്ന പോലെ. എന്താ ചെയ്യുന്നത്? കദാലിക മക്കന്നാൽ യൂസുഫ് എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ അധീനതയിലാക്കി കൊടുത്തു. ടു ബി ഏബിൾ ഓർ ടു മാനേജ് എന്ന അർത്ഥമാണ് ഇവിടെ കൊടുക്കുന്നത്. ലം അതമക്കൻ, എനിക്ക് സാധ്യമായില്ല. ലം അതമക്കൻ മിനൽ ഹുദൂർ, ഇതിന് സാധ്യമായില്ല. ഹുദൂർ, ഹുദൂർ എന്താ? ഹദറ യഹ്ദുറു, ഹുദൂർ ഹാജരാവാൻ എനിക്ക് കഴിഞ്ഞില്ല, സന്നിഹിതനാകാൻ കഴിഞ്ഞില്ല. അൽ മുറാഖിബ്, ഇൻസ്പെക്ടർ. കാന മുംതിഅൻ, കാന മുംതിഅൻ. മത്താ എന്ന് പറഞ്ഞാൽ എന്താണ്? മത്താ സാധനം അല്ലല്ല, അത് മത്താ ആണ്, സാധനം. ഗുഡ്സ് എന്ന് പറയുന്നത് മത്താ. വലിയ മുത്തല്ലഖാത്ത് മത്താഅൻ ബിൽ മഅറൂഫ്. മത്താ എന്ന വാക്ക് ഖുർആനിലുണ്ട്. റബ്ബന മത്താഅത, വല്ലാണ്ട് മത്താഅത എന്ന് പറഞ്ഞാൽ എൻജോയ്മെന്റ് നൽകി. അതേപോലെയാണ് അംത, എൻജോയ്മെന്റ് നൽകി. അംത യുംതിഅ മുംതിഅ, അതെന്തായിരുന്നു? എൻജോയബിൾ ആയിരുന്നു. മുംതിഅ, എൻജോയബിൾ എന്ന് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസന്റ് ഓർ എൻജോയബിൾ. കാന മുംതിഅൻ, അത് വളരെ ഇതായിരുന്നു, ആനന്ദകരമായിരുന്നു. ഖദ് ഹദറ തുല്ലാബു കുല്ലുഹും ഇല്ലൽ മുദരിസീൻ. ഖദ് ഹദറ തുല്ലാബു കുല്ലുഹും, നേരത്തെ പറഞ്ഞ ചിന്തിച്ചു നോക്കിയ. ഖദ് ഹദറ തുല്ലാബു, തുല്ലാബ് മുഴുവൻ ഹാജരായി. തുല്ലാബു ഹാജരായി, കുല്ലുഹും അവരെല്ലാം. ഇല്ലൽ മുദരിസീൻ, മുദരിസി ഒഴികെ. തുല്ലാബ് കുല്ലുഹും ഇല്ലൽ മുദരിസീൻ, അധ്യാപകർ ഒഴികെ. അപ്പോ സ്റ്റുഡൻസിൽ പെട്ടതാണോ അധ്യാപകർ? അല്ല. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചു നോക്കുക. ഹദറത്തുല്ലാബു കുല്ലുഹും ഇല്ലൽ മുദരിസീൻ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അഫർമേറ്റീവ് സെന്റൻസ് ആണ്. ഹദറത്തുല്ലാബു കുല്ലുഹും, അത് പോസിറ്റീവ് ആണ് സെന്റൻസ്, നെഗറ്റീവ് അല്ല. രണ്ടാമത്തത് ഹദറത്തുല്ലാബു കുല്ലുഹും ഇല്ലൽ മുദരിസീൻ. ഹദറത്തുല്ലാബു എന്ന് പറഞ്ഞിടത്ത് ഏതിൽ നിന്നാണ് ഒഴിവാക്കിയത്? ഹദറത്തുല്ലാബു, അതിൽ നിന്നാണ് ഒഴിവാക്കിയത്. അത് മെൻഷൻഡ് ആണ്, അത് പരാമർശിച്ചിട്ടുണ്ട്. ആര് വന്നു? വന്നവരാരും പറഞ്ഞു, വന്നവരവരാണ്. മൂന്നാമത്തെ പോയിന്റ് ഇല്ലൽ മുദരിസീനാണ്. ഒഴിവാക്കപ്പെട്ടത് എന്താണ്? ആരെയാണ് ഒഴിവാക്കിയത്? അത് നേരത്തെ പറഞ്ഞ ഗണത്തിൽപ്പെട്ടതല്ല, ആ ഇനത്തിൽപ്പെട്ടതല്ല. ഇനത്തിൽപ്പെട്ടതാ, തുല്ലാബിന്റെ ഇനത്തിൽപ്പെട്ടതല്ല. എന്നാൽ ഇവിടെ ഇല്ലൽ മുദരിസീൻ എന്ന് നസ്ബ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈനാണ് വന്നിരിക്കുന്നത്, അപ്പൊ മൻസൂബാണ്. ബാക്കി നമ്മൾ അങ്ങോട്ട് വിശദീകരണം പറയുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. തമാരീൻ അജിബൽ നസ്അലത്തിലാക്കിയ ഇവിടെ ഒരു സംശയമുണ്ട്. പറയും. അതൊരു ഒരു എക്സ് മുസ്ലിമിന്റെ ഒരു സംശയ. എങ്ങനെ? എക്സ് മുസ്ലിം ഉണ്ടല്ലോ, അവര് ഖുർആനെ വിമർശിക്കുന്നതിലുള്ള ഒരു സംശയമാണ്.
അതായത് വൈദ് കുൽനാലിൽ മലായികത്തു ഉസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. ആ അപ്പൊ ഇബ്ലീസ് ഒഴിയെന്നുള്ളത് അതായത് മലക്കളോടാണല്ലോ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ആ അപ്പൊ അവിടെ ഇബ്ലീസ് ഒഴികെ എന്ന് വന്നപ്പോൾ ആ ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ടതാണല്ലോ. ആ അപ്പൊ അതില് നമുക്ക് ഈ ഗ്രാമർ പരമായിട്ട് അതിനൊരു ആൻസർ കൊടുക്കാൻ കഴിയും. നമുക്ക് നോക്കാം. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് ഹദറത്തുല്ലാബ് കുല്ലുഹും ഇല്ലാ മുദരിസി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം മുദരിസിന്റെ കാര്യം പറഞ്ഞത് സ്റ്റുഡൻസ് എല്ലാം വന്നു, അധ്യാപകരൊഴികെ. എന്ന് പറഞ്ഞാൽ ആ ഇനത്തിൽപ്പെട്ടത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല എക്സംഷൻ പറയുന്നിടത്ത്. പക്ഷേ അവരും വരേണ്ടവരായിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇല്ലൽ മുദരിസിൻ, സ്റ്റുഡൻസ് എല്ലാം വന്നു അധ്യാപകരൊഴികെ എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? അധ്യാപകരും വരേണ്ടവരായിരുന്നു, പക്ഷെ അവർ വന്നില്ല. അങ്ങനല്ലേ? റജൽ മലായികത്തു കുല്ലുഹും ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. അപ്പോ ഇബ്ലീസ് എന്ത് ചെയ്യേണ്ടതായിരുന്നു? സുജൂദ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ സുജൂദ് ഇല്ല. അപ്പൊ ആ ആജ്ഞ ഇബ്ലീസിനും ബാധകമാണെന്നുള്ള ബാധകമാണ്, ഇബ്ലീസിനും ബാധകമാണ് എന്നർത്ഥം. ജിന്നുകൾക്കും ബാധകമാണ്. നമ്മൾ വർഗത്തെ നിഷേധിക്കുന്നതാണ്. അല്ല, ഇല്ല എന്ന് പറയുന്നത് വർഗത്തെ നിഷേധിക്കുന്നതല്ല, വർഗത്തെ നിഷേധിക്കുന്നതല്ല, എക്സംഷനാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്നും ഇത് ഒഴിവാക്കുന്നതാണ്. അപ്പൊ സജദൽ മലായികത്തു കുല്ലുഹും ഇല്ലാ ഇബ്ലീസ എന്ന് പറഞ്ഞു. ഞാൻ വേറെ വിശദീകരണങ്ങളുണ്ട്, നമുക്ക് അതും കൂടെ പറഞ്ഞിട്ട് നോക്കാം. എന്തായിരുന്നാലും ഈ സെൻറ്റൻസ് ഇപ്പൊ പറഞ്ഞ സെൻറ്റൻസ് വെച്ച് നോക്കിയാൽ എന്താണ്? ഹദറ തുല്ലാബ് കുല്ലുഹും ഇല്ലൽ മുദരിസീൻ. എന്തുകൊണ്ട് മുദരിസീന് വന്നില്ല എന്ന് പറഞ്ഞു? അവരും ഹാജരാക്കേണ്ടത് അവർ വരേണ്ടതായിരുന്നു. അതേപോലെ ഉസ്ജുദു ലി ആദം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സജദൽ മലായികത്തു കുല്ലുഹും, മലക്കളെല്ലാം സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. അതായത് ഈ പറയുന്നതില് നമ്മള് പറയുന്നവർക്കും മറുപടി ചോദിക്കുന്നവരെന്താണ്? ചോദിക്കുന്നവർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവരെന്ത് ചെയ്യും? ഇതിൽ ഏതെങ്കിലും നിലയിൽ പരാജയപ്പെടുത്താനാണ് നോക്കുന്നത്. അതേസമയം മറുപടി പറയുന്നവരെന്ത് ചെയ്യണം? വെറുതെ അബ്ദുല്ലമ്മ പാസ്സായിട്ട് വന്നിട്ടൊന്നും ഇത് സംഭവം മറുപടി പറയാൻ പറ്റില്ല. പലപ്പോഴും പരാജയപ്പെടുത്തുന്നത് ബൗദ്ധികമായിട്ടാണ് പരാജയപ്പെടുത്തുന്നത്. അങ്ങനെയല്ല, ഇതിന്റെ വ്യാകരണം, ഇതിന്റെ ബലാഗ, അങ്ങനെ കുറെ സംഭവം അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം. അത് പഠിച്ചെങ്കിൽ മാത്രമേ വസ്തുനിഷ്ഠമായി മറുപടി പറയാൻ പറ്റുള്ളൂ, കൃത്യമായി മറുപടി പറയാൻ പറ്റുള്ളൂ. ഭാഷയും, കാരണം ഇതെന്താണ്? ഇത് അറബികൾ ചോദിച്ച ചോദ്യമാണ്. അറബികൾ ചോദിച്ചായിരുന്നു സജദൽ മലായികത്തു കുല്ലുഹും ഇല്ലാ ഇബ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ ഈ അറബികളായിരുന്നു ചോദിച്ചത്. ഇബ്ലീസിന്റെ സുജൂദ് ചെയ്തില്ല, ഇപ്പൊ എന്താ കുഴപ്പം? ഉസ്ജുദു ലി ആദം എന്ന് മലക്കളോടല്ലേ പറഞ്ഞത് എന്ന് ആരെയും ചോദിച്ചില്ല. കാരണം ഇതൊക്കെ എന്താണ്? ചരിത്രാതീത കാലമല്ല, ചരിത്രകാലമാണ്. അന്നുള്ള പല സംഭവങ്ങളും ഹിസ്റ്ററിയിൽ കാണാം. നമ്മൾ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത് എന്തല്ല, ഹിസ്റ്റോറിയൻസ് എല്ലാം മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളല്ലാത്ത ഹിസ്റ്റോറിയൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് PB ഹിറ്റിയുടെ പുസ്തകത്ത് വായിച്ചു നോക്കണം. PB ഹിറ്റിയുടെ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഞങ്ങൾക്ക് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കാൻ നേരത്ത് യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്ത പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ അതുണ്ട്. അപ്പൊ അത് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ്? ഇസ്ലാമിസ്റ്റ് എഴുതിയിരിക്കുന്ന പോലെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതേപോലെ ചരിത്രം പറഞ്ഞവരെന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ വിമർശിച്ചിട്ടില്ല. അവർ അന്ന് പറയാത്ത കാര്യങ്ങളാണ് ഇന്ന് ഈ എന്താ പറയാ ഇടമുറുകിയൻ പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നത്, ബുദ്ധിജീവൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയുന്നത്. അല്ലേ? അപ്പൊ അതിലെന്താണ് ഇല്ലാ ഇബ്ലീസ എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇബ്ലീസിനും ബാധകമായിരുന്നു. അതുകൊണ്ടാണ് ഇല്ലാ ഇബ്ലീസ എന്ന് എടുത്തു പറഞ്ഞത്. എന്താണ് ചോദ്യം? അല്ല, ഇവിടെ പറഞ്ഞ ചോദ്യം മനില്ലദി റസബ ഫിൽ ഇഖ്തിബാരി ഷഹരി വലിമ
ആരാ തോറ്റത്? ഇബ്രാഹിം ആ, ഇബ്രാഹിമാണ് തോറ്റത്. കാരണം എന്താ? الاختبار. ലം യജിബാനിൽ സുആൽ അവൽ. ഉം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതില്ല. ഓക്കെ. അസാനി കം ദർസൻ യദ്റസു തുല്ലാബു ലിൽഇംതിഹാൻ. ലിൽ ഇംതിഹാൻ അല്ല, ലിൽഇംതിഹാൻ. പരീക്ഷയ്ക്ക് വേണ്ടി എത്ര പാഠമാണ് പഠിക്കേണ്ടത്? നമുക്ക് എല്ലാം كل പഠിക്കണം. درس كل درس إلا ആ, كل درس إلا درسين ഏത് ദർസേന്? درسين الآخرين. അൽ-അഖീറൈൻ. ആഖർ എന്ന് പറഞ്ഞാല് last. ലാസ്റ്റ്. അൽ-അഖീറൈൻ അവസാനത്തെ രണ്ടെണ്ണം. ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനത്തേത്. ആഖർ മറ്റൊന്ന്, ആഖിർ അവസാനത്തേത്. ആഖിറൈൻ എന്നല്ല പറയുക, അഖീറൈൻ. ഇല്ലല്ല, അഖീറൈൻ അവസാനത്തെ രണ്ടെണ്ണം. آخر നിന്ന് ലാസ്റ്റ്, ആഖർ മറ്റൊന്ന്. آخر. ഓക്കെ. ആഖിർ അവസാനത്തേത്. അതേപോലെ അഖീറുമുണ്ട് അവസാനത്തേത്. അഖീർ അഖീർ എന്നുള്ള ഏറ്റവും അവസാനത്തേത്. അഖീർ. അപ്പോൾ ഇവിടെ എന്താണ്? അൽ അഖീറൈൻ അവസാനത്തെ രണ്ടെണ്ണം ഒഴികെ. മനില്ലദീ ഗാബ. ഹുവ ഹാമിദൻ എന്നോ അല്ലെങ്കിൽ ഹാമിദുല്ലദീ ഗാബ എന്ന് പറയണം. ഒറ്റ വാക്കിൽ ഉത്തരവില്ല, സെന്റൻസിലാണ് പറയേണ്ടത്. ഗാബ അല്ലെങ്കിൽ ഹുവ ഗാബ. അത് സോറി, ഹുവ ഹാമിദ്, അത് ഹാമിദായിരുന്നു എന്ന് പറയാം. അസാനി നഖ്തത്തു സാനിയാണ്. ഒന്നാമത്തത് പിന്നെ സുആലാണ്, അജിബൽ അസ്ലത്തിലാക്കിയ. രണ്ടാമത്തത് പോയിന്റ് പറയുകയാണ്, നജഹത് തുല്ലാബു കുല്ലുഹും ഇല്ലാ വാഹിദുൻ. നജഹത് തുല്ലാബു കുല്ലുഹും, എല്ലാ സ്റ്റുഡൻസും പാസ്സായി. ഇല്ലാ വാഹിദൻ, ഒരുത്തനൊഴികെ, ഒരാളൊഴികെ. ഹുന ഇൻ ദിസ് കോണ്ടെക്സ്റ്റിൽ ഇവിടെ വാഹിദൻ എന്ന് പറയുന്നത് മുസ്തസ്ന എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എക്സംപ്റ്റഡ്. മുസ്തസ്ന അല്ലെങ്കിൽ മുസ്തസ്നൻ, അതിന്റെ ശരിക്കുള്ള ഹർക്കത്ത് ഇട്ട് പറഞ്ഞാൽ മുസ്തസ്നൻ എന്ന് പറയാം. അത്ര തന്മീനാമം നമ്മൾ നീട്ടി പറയും, അതുകൊണ്ട് മുസ്തസ്ന എന്ന് പറയാം. മുസ്തസ്ന എന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെട്ടത്. വാഹിദാണ് മുസ്തസ്ന എന്ന് പറയുന്നത്. അൽ-ഇസ്തിസ്നാഉ, ഈ എക്സംഷൻ അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്ന് പറയുന്നത് ഇഖ്റാജു മാ ബഅദ അദാത്തിൽ ഇസ്തിസ്നായി. അൽ-ഇസ്തിസ്നാ, അദാത്തിൽ ഇസ്തിസ്നാ. അദാത്ത് എന്താണ്? ടൂൾ. ഏതാണ് പിന്നെ ആ അവ്യയം, അതിനാണ് അദാത്ത് എന്ന് പറയുന്നത്. അദാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഉപകരണം. അദാത്ത് ഉപകരണം, അദവാത്ത് ഉപകരണങ്ങൾ. സിലാഹല്ല കേട്ടോ, അദാത്ത് ഉപകരണം, അതിന്റെ ബഹുജനം അദവാത്ത്. അപ്പൊ ഇഖ്റാജ് മാ ബഅദ അദാത്ത്. ഇവിടെ ഇപ്പം ഗ്രാമറിൽ പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മളിപ്പം അദാത്തുൽ പിന്നെ ഹുറൂഫുൽ ജർനെ അദാത്ത് എന്ന് പറയും. അതേപോലെ അങ്ങനെയുള്ള അവ്യയങ്ങൾ ഒക്കെ എന്താണ്? അദാത്തായിട്ടാണ്, അദാത്ത് എന്നാണ് പറയുന്നത്. ഗ്രാമറിന്റെ അതൊരു യൂസേജിന് ഉപയോഗിക്കുന്ന ടൂളാണ്. അപ്പൊ ഇവിടെ ഇസ്തിസ്നാഇന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ
നമ്മൾ പറഞ്ഞു നേരത്തെ. ഇല്ല, പിന്നെന്താണ്? ഗൈർ, സിവ, മാഹല, അദ, മാഹല. 5 എണ്ണം. അപ്പൊ അതാണ് അദാത്ത്. അപ്പം ഇഖ്റാജു മാ ബഅദ അദാത്തിൽ ഇസ്തിസ്ന. ഇസ്തിസ്നാന്റെ ടൂളിന് ശേഷം വരുന്നതിന് എന്ത് ചെയ്യും? ഇഖ്റാജ്, അതിനെ പുറത്താക്കലാണ്. മിൻ ഹുക്മി മാ ഖബ്ലഹ, അതിന് മുമ്പുള്ള വിധിയിൽ നിന്ന്. ഹുക്ം എന്ന് പറഞ്ഞാൽ വിധി, ജഡ്ജിമെന്റ് എന്ന് പറയും. ഇവിടെ എന്താണ്? വിധി, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വിഷയം, ആ സബ്ജക്റ്റ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഹുക്ം പറഞ്ഞിരിക്കുന്നത്. മിൻ ഹുക്മി മാ ഖബ്ലഹ, നേരത്തെ പറഞ്ഞ വിഷയത്തിൽ നിന്നും പിന്നീട് പറയുന്നതിനെ ഒഴിവാക്കലാണ് എന്ത്? അൽ ഇസ്തിസ്ന എന്ന് പറയുന്നത് ഗ്രാമറ്റിക്കൽ യൂസേജ് ആണ്. കാരണം എന്താ പറയാ, ഗ്രാമറ്റിക്കൽ വേർഡാണ്. ഇതാ കുൽന, നാം പറഞ്ഞാൽ നജഹത് തുല്ലാബു ഇല്ല ഹാമിദൻ എന്ന് നമ്മൾ പറഞ്ഞാൽ, അസ്ബത്തിന നജാഹ, നാം എന്ത് ചെയ്തു? അസ്ബത്ത ഉറപ്പിച്ചു, സ്ഥിരപ്പെടുത്തി. അസ്ബത്തിന നജാഹ, വിജയം സ്ഥിരപ്പെടുത്തി. തുല്ലാബി, സ്റ്റുഡൻസിന്. വനഫൈനാഹു, അതിന് നാം എന്ത് ചെയ്തു? ഒഴിവാക്കി, അല്ലെങ്കിൽ വിരോധിച്ചു, വിലക്കി, അതിനെ തടഞ്ഞു, അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു, നെഗറ്റീവ് ആക്കി. അതാണ് നഫ എൻഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്കിയെന്ന്. ടു റിജക്ട് ഓർ ഡിസ്അലൗ ഓർ ടു നെഗേറ്റ്, അതാണ് നഫ എൻഫി എന്ന് പറയുന്നത്. നഹ എന്ന് പറഞ്ഞാൽ വിലക്കി, ഓർഡറിന്റെ ഓപ്പോസിറ്റ് ആണ് നഹി. അതേസമയം നഫ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്കി, പോസിറ്റീവിന്റെ ഓപ്പോസിറ്റ്. നഫൈനാഹു, അതിനെ നാം റിജക്ട് ചെയ്തു. അൻ ഹാമിദിൻ, ഹാമിദിൽ നിന്ന്. അപ്പൊ അതാണ് അതിന്റെ വിധി. അതിന്റെ സംഗതി വിശദീകരിച്ചാൽ ഇങ്ങനെയാണ് വരിക. വലഹു സലാസത്തു അർക്കാനിൻ, നേരത്തെ നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ എന്താണ്? സലാസത്തു അർക്കാനിൻ, ആ 3 കാര്യമുണ്ട് പറയുന്നത്. ഈ ഇസ്തിസ്നാന് 3 റുക്കിനുകളുണ്ട്. ഇസ്തിസ്നാന് 3 റുക്കിനുകളുണ്ട്. റുക്കിനുകളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. റുക്കിന് എന്ന് പറഞ്ഞാൽ തൂണെന്നാണ്. അല്ലെങ്കിൽ ഇനവിറ്റബിൾ പോർഷൻസ് എന്ന് നമുക്ക് പറയാം. ഇനവിറ്റബിൾ ഇവിടെ ഉണ്ടോ? റുക്കിന് എഴുതിയിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ടോ റുക്കിന്? നമ്മൾ നമസ്കാരത്തിന്റെ റുക്കിൻ എന്നൊക്കെ പറയുമല്ലോ. നമസ്കാരത്തിന്റെ റുക്കിനല്ല ഇതിലെ റുക്കിന്. എന്തായിരുന്നാലും ഇനവിറ്റബിൾ പോർഷൻസ് എന്ന് പറയാം, അനിവാര്യമായി ഉണ്ടാകേണ്ട ഘടകങ്ങൾ. അതാണ് റുക്കിന്. അപ്പോ ലഹു സലാസത്തു അർക്കാൻ, അതിന് 3 ഘടകങ്ങളുണ്ടാവും. ഒന്നെന്താണ്? അൽ മുസ്തസ്ന. മുസ്തസ്ന ഒഴിവാക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇല്ല വാഹിദൻ എന്ന് പറഞ്ഞപ്പം മുസ്തസ്ന എന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെട്ടത്. അൽ മുസ്തസ്ന മിൻഹു, രണ്ടാമത്തെ റുക്കിൻ എന്ന് പറയുന്നത് അൽ മുസ്തസ്ന മിൻഹു, ഏതിൽ നിന്നാണ് ഒഴിവാക്കിയത് അത്. അപ്പൊ നജഹത് തുല്ലാബ് എന്ന് പറഞ്ഞാല് തുല്ലാബിൽ നിന്നാണ് ഒഴിവാക്കിയത്. അപ്പൊ അൽ മുസ്തസ്ന മിൻഹു. അദാത്തുൽ ഇസ്തിസ്ന, മൂന്നാമത്തേത് അദാത്തുൽ ഇസ്തിസ്ന. ഇസ്തിസ്നാന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂള്. നേരത്തെ പറഞ്ഞ ഇല്ലാ ഗൈറ സിവ, അത് 3 ഒരുമിച്ച് പറയാം. പിന്നെ മാ അദാ മാഖല. അപ്പൊ നജഹത് തുല്ലാബു എന്ന് പറഞ്ഞ എന്താണ്? അൽ മുസ്തസ്ന മിൻഹു, ഏത് നിന്നാണ് ഒഴിവാക്കിയതിൽ തുല്ലാബ് എന്താണ്? മുസ്തസ്ന മിൻഹു ആണ്. ഇല്ല എന്ന് പറയുന്നത് അദാത്തുൽ ഇസ്തിസ്ന, എക്സംഷന് വേണ്ടി ഉപയോഗിച്ച ടൂൾ ഓർ ടൂൾ ഓഫ് എക്സംഷൻ. ഹാമിദൻ എന്ന് പറയുന്നത് മുസ്തസ്ന. അദവാത്തുൽ ഇസ്തിസ്നായി കസീറത്തുൻ, ഒരുപാടുണ്ട്.
അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ പറഞ്ഞത്. പല ഇവിടെ കസീറത്ത് എന്ന് പറഞ്ഞാൽ പലതുണ്ട്, ധാരാളം എന്ന് പറയുന്നത് പല പല അദവാത്തുണ്ട്. അദാത്തിന്റെ ബഹുവചനമാണ് അദവാത്ത് നമ്മൾ നേരത്തെ പറയും. അദവാത്തുകൾ പലത് ഉണ്ട്. അഹമ്മുഹ, അഹം എന്താണ്? അഹമ്മ പ്രധാനപ്പെട്ടത്, ഇമ്പോർട്ടന്റ്. അഹമ്മ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇല്ല ഗൈറു സിവ മാ ഖല മാ. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അവ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇല്ല ഗൈറു സിവ വ മാ അദ മാ ഖല മാ അദ, ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇല്ല എന്ന് പറഞ്ഞത് എന്താണ്? ഇല്ല ഹർഫാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ ഹർഫ് ജർ എന്നൊക്കെ പറയും എന്ന് പറഞ്ഞു. അപ്പൊ ഈ അദവാത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിക്കൊള്ളണമെന്നില്ല, ഹർഫായിക്കൊള്ളണമെന്നില്ല. എപ്പോഴും ഹർഫായിക്കൊള്ളണമെന്നില്ല. നമ്മൾ കാന പറഞ്ഞപ്പോ കാന ഒരു ക്രിയയാണ്. ഇന്ന പറഞ്ഞപ്പോ ഇന്ന ഒരു ഹർഫാണ്. അതേപോലെ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ഒരു ഹർഫാണ്. ഹർഫ് എന്ന് പറഞ്ഞാൽ അത് നാമമല്ല, ക്രിയയുമല്ല, അധ്യയമാണ്. ഗൈറു സിവ എന്ന് പറയുന്ന ഹുമ ഇസ്മാനി, ഇത് രണ്ടും നാമങ്ങളെന്നാണ് പറയുന്നത്. ഇത് രണ്ടും എന്തല്ല, ഹർഫല്ല, നാമങ്ങളാണ്. ഗൈറു സിവ. അതേപോലെ മാ ഖല മാ അദ എന്ന് പറഞ്ഞാൽ ഹുമ ഫിഅലാനി, അവ രണ്ടും ക്രിയകളാണ്. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കൽ ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. നാമമാണോ ക്രിയയാണോ എന്നുള്ളത് നമുക്ക് അനിവാര്യമല്ല. കാരണം എന്താണ്? മാ ഖല മാ അദ എന്നൊക്കെ പറയുന്നത് ഫിഅലാനി ആണെങ്കിലും അവയുടെ രൂപഭേദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നില്ല. അവയുടെ രൂപഭേദങ്ങൾ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നില്ല? ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്നില്ല. മാഹലയുടെ മാ യഹ്ലു എന്ന് പറയും. ഖല യഹ്ലു വരും. ഖല എന്ന് പറഞ്ഞാൽ കാലിയായി, കഴിഞ്ഞു, ഒഴിവായി. മാഹലയുടെ മാ യഹ്ലു എന്ന് വരില്ല. അഖ്സാമുൽ ഇസ്തിസ്നാ, ഒഴിവാക്കുന്നതിന്റെ കിസ്മുകൾ ഏതെല്ലാം തരമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അതായത് പല രീതിയിൽ ഇതിനെ നമുക്ക് വിശദീകരിക്കാം. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. അതിന്റെ അദാത്തുകൾ പറഞ്ഞു, അതിന്റെ ഘടകങ്ങൾ പറഞ്ഞു, അർക്കാനുകൾ. വേറൊരു രീതിയിൽ വിശദീകരിച്ചാൽ അഖ്സാമുൽ ഇസ്തിസ്നായ അതിന്റെ ഇനങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള എക്സംഷൻസുകളുണ്ട്. ഒന്ന് അൽ ഇസ്തിസ്നാഉ ഇമ്മാ മുത്തസിലുൻ വ ഇമ്മാ മുൻഖത്തിഉൻ. അതായത് ഇതിന്റെ നിയമം പറയുമ്പം നമ്മൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഹർഫാണോ ഫിഅലാണോ ഇസ്മാണോ എന്നുള്ളത് അറിഞ്ഞില്ലെങ്കിലും പ്രാക്ടിക്കലി നമുക്ക് കുഴപ്പമില്ല. അതേസമയം ബാക്കി കാര്യങ്ങൾ മുത്തസിലാണോ മുൻഖത്തിആണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. മുത്തസിലാണോ മുൻഖത്തിആണോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. മുത്തസിലും മുൻഖത്തിഉം എന്ന് പറഞ്ഞാൽ സെയിം ഇനത്തിൽപ്പെട്ടതാണോ അല്ലേ എന്നതാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഹദറത്തുല്ലാബ് കുല്ലുഹും ഇല്ലൽ മുദരിസീൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? അത് സെയിം ഇനത്തിൽപ്പെട്ടതല്ല. അൽ ഇസ്തിസ്നാ ഇമ്മാ മുത്തസിൻ വ ഇമ്മാ മുൻഖത്തി. ഫൽ മുത്തസിലു അൻ യകൂനൽ മുസ്തസ്ന ബഅദൻ മിമ്മാ ഖബലഹു. എന്താ, അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. അൻ യകൂനൽ മുസ്തസ്ന, ഒഴിവാക്കപ്പെടുന്നത്, ബഅദൻ, അത് ചിലതാകണം, കുറച്ചാകണം, മിമ്മ ഖബലഹു, നേരത്തെ പറഞ്ഞതിൽ നിന്നും. നേരത്തെ പറഞ്ഞതിൽപ്പെട്ട ചിലതാണെങ്കിൽ അതെന്താണ്? അത് മുത്തസിലാണ്, ബന്ധപ്പെട്ടതാണ്. ഇത്തസില എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടു എന്നാണ്, ബന്ധപ്പെട്ടതാണ്. ജഹത്തുല്ലാബു ഇല്ലാ ഹാമിദൻ, ഹാമിദുൻ അഹദത്തുല്ലാബ്. ഇപ്പൊ എന്താണ് നജാഹത്തുല്ലാബു ഇല്ല ഹാമിദൻ എന്ന് പറഞ്ഞപ്പോ ഹാമിദ് എന്താണ് യഥാർത്ഥത്തിൽ? ഒരു സ്റ്റുഡന്റ് ആണല്ലോ. ഹാമിദ് ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഹാമിദ് അഹദത്തുല്ലാബി, അത്
അദ്ദേഹം ഒരു സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് വഹുവ മീൻ ജിൻസിഹിം, ആ ഇനത്തിൽപ്പെട്ടതാണ്. ജിൻസ് എന്ന് പറഞ്ഞ ജിൻസ് ഇനം കേട്ടോ, ജിൻസ് ഇനം. വഹോമിൻ ജിൻസിഹിം, അവൻ ആ ഇനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എന്താണത്? മുത്തസിലാണ്. ഫൽ മുൻഖത്തിഉ, മുത്തസിലിന്റെ ഓപ്പോസിറ്റ്, അതായത് ഈ ഗ്രാമറിന്റെ കാര്യത്തിൽ മുത്തസിലിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മുൻഖത്തിഅ. മുത്തസിലും മുൻഖത്തിഅ. മുൻഖത്തിഅ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു, ഖത്തിഅ മുറിച്ചു, മുൻഖത്തിഅ മുറിഞ്ഞത്. അൻ ലാ യകൂനൽ മുസ്തസ്ന ബഅദൻ മിൻ ഖബ്ലഹു മിമ്മാ ഖബ്ലഹു. ഈ മുസ്തസ്ന ഉണ്ടല്ലോ, ഒഴിവാക്കപ്പെടുന്നത്, രണ്ടാമത് വരുന്നത് എന്തല്ല? ലാ യകൂനൽ മുസ്തസ്ന ബഅദൻ മിമ്മാ ഖബ്ലഹു, നേരത്തെ പറഞ്ഞതിൽ നിന്നും കുറച്ചുള്ള അല്ല, അതിൽ പെട്ടതല്ല, അതിലെ ചിലതല്ല, നേരത്തെ പറഞ്ഞതിൽ ചിലതല്ല. മിമ്മാ ഖബ്ലഹു, നേരത്തെ പറഞ്ഞതിൽ ചിലതല്ല. നഹ്വ് ലികുല്ലി ദാഇൻ ദവാഉൻ, നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഹദീസ് വായിച്ചപ്പോ. ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗങ്ങൾക്കും എന്തുണ്ട്? ദവാഉൻ, മരുന്നുണ്ട്. ഇല്ലൽ മൗത്ത്, ഇല്ലൽ മൗത എന്ന് പറഞ്ഞു, മരണത്തിനൊഴികെ. ഫൽ മൗത്ത്, യഥാർത്ഥത്തിൽ മൗത്ത് എന്തല്ല? ലൈസ മിൻ ജിൻസി ദാഇ, അത് രോഗത്തിന്റെ ഇനത്തിൽപ്പെട്ടതല്ല, അത് രോഗത്തിന്റെ ഇനത്തിൽപ്പെട്ടതല്ല. അപ്പൊ അതാണ് മുനുക്കത്ത്. കദാലിക്കൽ ഇസ്തിസ്നാഉ, കദാലിക്കൽ ഇസ്തിസ്നാഉ, അപ്രകാരം തന്നെ ഇസ്തിസ്നാ അഥവാ ഒഴിവാക്കൽ. ഇമ്മ താമുൻ വ ഇമ്മ മുഫറഗുൻ, അതെന്തായിരിക്കും? ഒന്നുകിൽ താം ആയിരിക്കും, അല്ലെങ്കിൽ അതിനെന്തായിരിക്കും? മുഫറഗായിരിക്കും. മുഫറഗായിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച പാഠത്തിൽ ഉള്ള ഉദാഹരണം. താമൻ മുഫറഗൻ. അപ്പൊ താം എന്താണ്? മാ ദുക്ര ഫീഹിൽ മുസ്തസ്ന മിൻഹു, ഏതിൽ നിന്നാണ് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏതിൽ നിന്നാണ് ഒഴിവാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താണ്? അതെന്താണ്? കംപ്ലീറ്റ് ആണ്, താമാണ്. താം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്. നഹ്വ് ഹഫീദുൽ ഖുർആന ഇല്ലാ സൂറത്തുൽ ബഖറത്തി, ഞാൻ ഖുർആൻ ഹിഫ്ളാക്കി, ഇല്ലാ സൂറത്തുൽ ബഖറത്തി, സൂറത്തുൽ ബഖറ ഒഴികെ. അപ്പൊ എന്താണ്? മാ ദുക്ര ഫീഹിൽ മുസ്തസ്ന, ഏതിൽ നിന്നാണ് ഒഴിവാക്കിയത്? ഖുർആനിൽ നിന്നാണ് ഒഴിവാക്കിയത്, അതവിടെ പറഞ്ഞിട്ടുണ്ട്. ഹഫീദുൽ ഖുർആന, ആ ഖുർആനിൽ നിന്നാണ് ഒഴിവാക്കിയത്, സൂറത്തുൽ ബഖറയാണ്. ആ സൂറത്തുൽ ബഖറ ഒഴിച്ച് ബാക്കി ഞാൻ ഹിഫ്ളാക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഖുർആനിൽ നിന്നാണ് ഒഴിവാക്കിയത്. അതെന്തുണ്ട്? മുസ്തസ്ന മിൻഹു പറഞ്ഞിട്ടുണ്ട്, ഇല്ലായ്ക്ക് മുമ്പുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വൽ മുഫറഗു, ഫർഗാക്കപ്പെട്ടത്. ഫർഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെ ബ്രാഞ്ച് എന്നാണ്, കട്ട് ചെയ്ത് മാറ്റപ്പെട്ടതെന്ന് വേണമെങ്കിലും പറയാം. മുഫറഗ്, ഇവിടെ മുഫറഗ് എന്ന് പറഞ്ഞാൽ എന്തില്ല? മാ ലം യുദ്കർ ഫീഹിൽ മുസ്തസ്ന മിൻഹു, ഏതിൽ നിന്നാണ് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞിട്ടില്ല. ഉദാഹരണം, മാജാ ഇല്ല ഹാമിദ്, മാജാ ഇല്ല ഹാമിദ്. മാജാ ഇല്ല ഹാമിദ് എന്ന് പറഞ്ഞു, ഹാമിദ് ഒഴികെ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ആര് വന്നു എന്ന കാര്യം പറഞ്ഞിട്ടില്ല. മാജാ ഇല്ല ഹാമിദ്, ഹാമിദ് ഒഴികെ എല്ലാവരും വന്നിട്ടുണ്ട്, ഹാമിദ് അല്ലാതെ ആരും വന്നിട്ടില്ല. അപ്പൊ മാജാ, അപ്പൊ അവിടെ യഥാർത്ഥം എന്തായിരിക്കും? ഇത്തരം പ്രയോഗങ്ങൾ നെഗറ്റീവ് ആയിരിക്കും മോസ്റ്റ് പ്രോബബിളി. ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ പറയുമ്പോ മാലം യുസ്കർ ഫീഹിൽ മുസ്തസ്ന മിൻഹു, ഏതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? അത് താം അല്ല, മുഫറഗാണ്. താം അല്ലെന്ന് മനസ്സിലാക്കിയാൽ മതി, അത് കംപ്ലീറ്റ് അല്ല. ഏതിൽ നിന്നാണ് ഒഴിവാക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് താം അല്ല. ഉദാഹരണം, മാജാ ഇല്ല ഹാമി. കദാലിക ഇസ്തിസ്നാഉ മൂജബുൻ മൂജബുൻ. അപ്പൊ 59ആയി. നമ്മൾക്ക് അത് ഇത് പറഞ്ഞു വെക്കാം. ഇത് മുഫറഗ എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? മാലം യുസ്കർ ഫീഹിൽ മുസ്തസ്ന മിൻഹു നഹ്വ് മാജാ ഇല്ല ഹാമിദ്.
അപ്പൊ മാജാ ഇല്ല ഹാമിദ് എന്ന് പറഞ്ഞ യഥാർത്ഥം എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഈ മുമ്പുള്ളത് പറയാതെ വരുന്നത് 3 സന്ദർഭങ്ങളിലായിരിക്കും മിക്കവാറും, മോസ്റ്റ് ഓഫൺ. ഒന്നിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ പാടില്ല, അരുത് എന്ന് പറയുന്നതായിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും? ഇന്ററോഗേറ്റീവ് ആയിരിക്കും, ക്വസ്റ്റ്യൻ, ചോദ്യമായിരിക്കും. അതാണ് ഓക്കെ. മൂജബോ കയറും മൂജബൊക്കെ നമുക്ക് അടുത്ത ഓക്കെ. ഇത് നമ്മൾ മൊത്തം വായിച്ചാലേ ഇതിന്റെ ഐഡിയ പൂർത്തിയാകുള്ളൂ. നമ്മൾ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ നിങ്ങൾ ഇല്ല വെച്ച് ആരെങ്കിലും സെർച്ച് ചെയ്തോ? ഇല്ല വെച്ചിട്ട് ഇല്ല വെച്ചിട്ട് ആരും സെർച്ച് ചെയ്ത് നോക്കില്ല. ഇല്ല വെച്ച് സെർച്ച് ചെയ്ത് നോക്കുക. ഖുർആന്റെ PDF കിട്ടുമെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക്. അതല്ലെങ്കിൽ ടെക്സ്റ്റ് ഫയലും ഉണ്ടാവും. അന്ന് PDF അയച്ചിട്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. ആപ്ലിക്കേഷൻ വന്നുകൊണ്ട് PDF കുറവാണെന്ന് തോന്നുന്നല്ലേ? ഞാൻ നോക്കിയിട്ട് അതിന്റെ PDF കിട്ടുമെങ്കിൽ അയച്ചു തരാം. അതല്ലെങ്കിൽ എന്തായാലും PDF അയച്ചു തരാം, കുഴപ്പമില്ല. അതിൽ ഇല്ല എടുത്തിട്ട് ഇല്ല കോപ്പി ചെയ്യുക. അതിൽ തന്നെ ഇല്ല കോപ്പി ചെയ്യുക. PDF തന്നെ ഇല്ല കോപ്പി ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്ത് അത് സെർച്ച് ചെയ്യാം. അപ്പൊ ഇല്ല വരും. ബാക്കിയുള്ളതെല്ലാം കുറവാണെന്നാണ് എൻ്റെ ഓർമ്മ. ഗൈറ് കൂടുതലുണ്ടാവും. മാഹല അതൊക്കെ ഈ ഓർഡറിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇല്ല ഏറ്റവും കൂടുതൽ അധികം വരും. ഗൈറ് ശിവ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഗൈറാണ്, ശിവയേക്കാളും ഗൈറാണ് കൂടുതൽ ഉണ്ടാവുക. മാഹല അതൊക്കെ കുറവായിരിക്കും. അപ്പൊ ഇല്ല വെച്ച് സെർച്ച് ചെയ്തിട്ട് നമ്മൾ പഠിച്ച പോയിന്റുകൾ അതൊക്കെയാണ്. മുത്തസിലും മുൻകത്തിയുണ്ട്. മുത്തസിലും മുൻകത്തിയാണ്. എന്താണ് മുത്തസിൽ എന്ന് പറഞ്ഞാല്? നേരത്തെ പറഞ്ഞതിൽ ഒരു ഭാഗമാണ്. ഒഴിവാക്കുന്നത് നേരത്തെ പറഞ്ഞതിൽ ഒരു ഭാഗമാണ്. ബാദം മിമ്മ ഖബലഹു യകൂനൽ മുത്തസിന ബാദം മിമ്മ ഖബല. അപ്പൊ നേരത്തെ പറഞ്ഞതിൽ ഒന്നാണ്. നേരത്തെ ഇല്ല ഇബ്ലീസ ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഇല്ല ഇബ്ലീസ? നേരത്തെ പറഞ്ഞ ഇനത്തിൽപ്പെട്ടതല്ല. സജദൽ മലായികത്തു കുല്ലുഹും ഇല്ല ഇബ്ലീസ. മലായിക്കത്താണ് സുജൂദ് ചെയ്തത്. ഇല്ല ഇബ്ലീസ വരുന്നത് എന്താണ്? അവിടെ നേരത്തെ പറഞ്ഞ ഇനത്തിൽപ്പെട്ടതല്ല. അപ്പൊ എന്താണ് അത്? മുത്തസത്യാണ്. ലാ യകൂനൽ മുത്തസിന. പിന്നെ അലിസ്തിസാ താമാണോ മുഫറഖാണോ? താം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കപ്പെട്ടത് പറഞ്ഞിട്ടുണ്ട്. മാ ദുക്കിറ ഫിൽ മുസ്തസ്ന മിൻഹു മാ ദുക്കിറ ഫീഹിൽ മുസ്തസ്ന. ഏതിൽ നിന്നാണ് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹഫീദുൽ ഖുർആന ഇല്ലാ സൂറത്തുൽ ബഖറ. അപ്പൊ അത് പറഞ്ഞു ഏതിൽ നിന്നാണ് ഒഴിവാക്കിയത് അത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സജദൽ മലായികത്ത് കുല്ലുഹും ഇല്ല ഇബ്ലീസ എന്ന് പറഞ്ഞു. സജദൽ മലായികത്ത് കുല്ലുഹും ഇല്ല ഇബ്ലീസ എന്ന് പറഞ്ഞത് എന്തുണ്ട്? മലായികത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണത്? താമാണ്. മുഫറഖ എന്ന് പറഞ്ഞാൽ നേരത്തെ അത് പറഞ്ഞിട്ടില്ല.
ഓക്കെ. ആരിതിൽ വായിച്ചു നോക്കുക. ഖുർആന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അടുത്ത ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ രാവിലെ വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله. السلام عليكم ورحمه الله وبركاته.